വളരെയേറെ സന്തോഷത്തോടെ പറയുന്നു. അല്ലു ഫാമിലി അമ്മയും മക്കളും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം. തമ്പനയിൽ കണ്ട പോലെ എൻ്റെ ഈ കുഞ്ഞ് യൂട്യൂബ് ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടി. 10 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിലാണ് 2024 മാർച്ചിലാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള 10 മാസത്തിനിടയിൽ എൻ്റെ കഷ്ടപ്പാടിൻ്റെ എന്താ പറയുക ഒരു വിലയാണ് ഇന്നിപ്പോൾ ഒരു സന്തോഷം ഇരട്ടി മധുരം എന്ന രീതിയിൽ വളരെ വലിയൊരു സന്തോഷമായി എത്തിയിരിക്കുന്നത്. അതിനെന്നെ സഹായിച്ച എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ ഈ സപ്പോർട്ട് എല്ലാ വീഡിയോയ്ക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെ കയ്യിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കഴിവ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഴിവില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ആ കഴിവിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇതേപോലെ പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ നമുക്ക് അതിലൂടെ ഒരു ചെറിയ വലിയ വരുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു മടിയും കാണിക്കാതെ നിങ്ങൾ മുന്നോട്ട് വരാനാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് കഷ്ടപ്പെടണം. ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ ഒന്ന് കഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടേ ഉള്ളൂ. റവന്യൂ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു മോണിറ്റൈസ്ഡ് ആയി എന്നുള്ള ആ ഒരു ഒരു കൺഗ്രാറ്റുലേഷൻസ് എന്നുള്ള ആ ഒരു മെയിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കും അതുപോലെ ഒരു ദിവസം ഉണ്ടാവും. തീർച്ചയായിട്ടും പരിശ്രമിക്കുക. വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നാൽ അതിന് ഇരട്ടി മധുരവും ആയിരിക്കും. നമുക്കത് വലിയൊരു ഹെൽപ്പും തന്നെയായിരിക്കും. ആദ്യമൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ചെറിയ വ്യൂവേഴ്സേ കാണത്തുള്ളൂ. അതുകൊണ്ടൊന്നും നമ്മൾ വിഷമിക്കേണ്ട. എനിക്ക് 5ഓ 6ഓ അങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ച ആ ചാനലിൽ ഇത്ര പേരൊക്കെ കണ്ടാൽ എന്തോ കിട്ടാൻ എന്താവാനാ, ചാനലിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ ഞാൻ പിന്നും ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ അനുഭവങ്ങളൊക്കെ യൂട്യൂബിലൂടെ കാണുകയൊക്കെ ചെയ്തപ്പോൾ ഞാനും എന്ത് ചെയ്തു, പിന്നും വീഡിയോ ഇടാനായിട്ട് തുടങ്ങി. പക്ഷെ പലരും നമ്മളെ കളിയാക്കുകയും ചിരിക്കുകയും വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അതെല്ലാം ഒന്ന് ചിരിച്ച് മാത്രം കണ്ടിട്ട് നമ്മൾ നമ്മളെ ജോലി ചെയ്യുക. തീർച്ചയായിട്ടും അതിന് നമുക്കൊരു റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഹെൽപ്പിന് ഒരാളുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന്. സത്യത്തിൽ അത് നമുക്ക് വേണ്ടത് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഹെൽപ്പിനെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളാണ് എൻ്റെ ഹെൽപ്പ് ചെയ്യുന്നത്. വലിയ മക്കളൊന്നുമല്ല, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർ ഈ ക്യാമറ നമ്മുടെ ട്രൈപോഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരാനും ക്യാമറ ഒന്ന് ഓണാക്കാനും ഓഫ് ചെയ്യാനും ഇങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഹെൽപ്പ് തന്നെയാണ്. പിന്നെ അവര് നമ്മളെ കൂടെ തന്നെ നിൽക്കും. ഇത് മുന്നോട്ട് കൊണ്ടുവരണം, അമ്മയ്ക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി എനിക്കെങ്കിൽ അമ്മയ്ക്ക് പറയാലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയോട് കൂടിയാണ് അവർ നിൽക്കുന്നത്. അവരുടെ സന്തോഷം ആ ഒരു രീതിയിലാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് നമ്മളെ കൂടെ നിൽക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അത് വളരെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രൈപോഡിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ എനിക്കൊരു ട്രൈപോഡ് ഉള്ളത് ഒരു ഒരു വളരെ വില കുറഞ്ഞൊരു ട്രൈപോഡാണ്. ഞാൻ 250 രൂപയ്ക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു ട്രൈപോഡാണ്. പക്ഷെ അത് വാങ്ങിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഓരോ പാർട്സുകൾ ഇളകി തുടങ്ങി. പിന്നെ സെലോ ടേപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കമ്പൊക്കെ വെച്ച് സെലോ ടേപ്പൊക്കെ വെച്ച് ചുറ്റി ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ പിടിക്കാറുള്ളത് സത്യത്തിൽ. പക്ഷേ നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കി നമ്മളൊരു വീഡിയോ പിടിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ ഒരുപാട് ചിലവാക്കി ഒരു വീഡിയോ നമ്മൾ എന്തായാലും തുടക്കത്തിൽ നമ്മൾ ചെയ്യരുത്. ഇതേപോലുള്ള കുഞ്ഞ് നമുക്ക് ഒരു സ്റ്റാൻഡ്, ഈ മൊബൈലൊന്നും അനങ്ങാതെ വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാവും, എനിക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഭയങ്കര അനക്കമായിരുന്നു. അപ്പോൾ പലരും അങ്ങനെ പറഞ്ഞു, വീഡിയോ നന്നായിട്ട് അനങ്ങുന്നുണ്ട്, കണ്ണിന് എന്തോ പോലെ ഒരുമാതിരി തോന്നുമെന്നൊക്കെ. അങ്ങനെയാണ് ഞാനൊരു ട്രൈപോഡ് മേടിച്ചത്. അതും വളരെ വിലക്കുറവ്. നേരത്തെ പറഞ്ഞാണെങ്കിൽ 250 രൂപയ്ക്കാണ് ഒരു ട്രൈപോഡ് വാങ്ങിയത്. പിന്നെ ഈ നോയ്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു നോയ്സ്
മാറ്റി ഒരു ചെറിയ മയക്കും വാങ്ങിച്ചു. ആ മയക്കം എന്ന് പറയുന്നത് 350 രൂപയ്ക്കാണ് മയക്കം അടിച്ചത്. അപ്പോൾ അതുപോലെയുള്ള വലിയ ചിലവുകളൊന്നും നിങ്ങൾ എന്തായാലും ചാനലിന് വേണ്ടി പൈസ ഇറക്കിയൊന്നും ചെയ്യരുത്. പിന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവണമെന്നുമില്ല. അതുപോലെ തന്നെ എനിക്കും അങ്ങനെ ഒരു വലിയ വില കൊടുത്ത ട്രൈപോഡും മൈക്കും ഒന്നും വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എന്തായാലും നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2025 അത് തുടങ്ങി വയ്ക്കേണ്ടതാണ്. 2026 കൂടി അല്ലെങ്കിൽ 2025 തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസ്ഡ് ആയി കിട്ടുകയും ചെയ്യും. അതിൽ നിന്നൊരു ചെറിയ വരുമാനം കിട്ടിത്തുടങ്ങുകയും ചെയ്യും. ഉറപ്പായിട്ടും കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്താൽ നല്ല ഒരു റിസൾട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എനിക്ക് ഈ ഒരു 10 മാസക്കാലം അല്ല, അതിന് നേരത്തെ എനിക്ക് ചിലപ്പോൾ മോണിറ്റൈസ്ഡ് ആയേനെയായിരുന്നു. കാരണം ഞാൻ വീഡിയോ ഒന്നും കറക്റ്റായി ഇടില്ലായിരുന്നു. ഞാൻ ഒരു മാസത്തിൽ 2 വീഡിയോയൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു കാലതാമസം വന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായി നമ്മൾ 3ഓ 4ഓ വീഡിയോകളൊക്കെ മാസത്തിൽ പിന്നെ 5ഓ 6ഓ ഒക്കെ അങ്ങനെ ഇടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളെ വീഡിയോയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെയാണ് ഞാൻ അങ്ങനെ മാസത്തിൽ ഒരു 4 വീഡിയോ 5 വീഡിയോ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ 1ഓ 2ഓ വീഡിയോ ഒന്നും മാസത്തിൽ ഇട്ടുകൊണ്ടൊന്നും ഒരു നേട്ടവും ഇല്ല. നമ്മുടെ ചാനൽ മുന്നോട്ട് പോകില്ല. നിങ്ങൾ തീർച്ചയായിട്ടും മാസത്തിൽ ഒരു 5 വീഡിയോ എങ്കിലും കുറഞ്ഞത് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മളെ ചാനൽ വെക്കം തന്നെ ഒരുപാട് കാലതാമസം എടുക്കാതെ തന്നെ മോണിറ്റൈസ്ഡ് ആയി കിട്ടും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളൂ. ഉറപ്പായും വിജയം നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. കാത്തിരിക്കുക ക്ഷമയോടെ.